നമ്മൾ ആ വെള്ളത്തിൽ അതിൽ കളിച്ചിട്ട് ഒരു സംഭവം ഉണ്ടായി. തേരുള്ളി എന്ന് പറയുന്ന മരമുണ്ട്. നല്ല ലീക്കാണ് അവിടെ. അപ്പോൾ ഇതിലൊക്കെ ഓയിൽ ലീക്ക് കാര്യമൊക്കെ വന്നിട്ട് അങ്ങനെ അടിച്ചത് പെട്രോൾ അത് എങ്ങനെയാണ് അതിൻ്റെ ശരിക്കുള്ള പ്രവർത്തനമൊക്കെ അറിയില്ല. ഹായ് 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 ചെയ്യാൻ പറയാം എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അയ്യോ അപ്പോൾ കാട്ടിലെ ജീവിതമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലാണ്. ഇനി അടുത്ത പരിപാടി നോക്കണ്ടേ? അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ കാട്ടിലെ ജീവിതത്തിൽ എല്ലാം കുറേ ആളുകളൊക്കെ കമൻറ്റ് ചെയ്തിരുന്നു. അതായത് നിങ്ങളവിടെ രാത്രി വരെ നിന്നിട്ട് നമ്മൾ ബെഡൊക്കെ മടക്കി, അതായത് ബെഡ് നമ്മൾ കിടക്കൂലേ, നമ്മൾ കിടക്കും, എന്നിട്ട് നമ്മൾ എന്താട്ടും അവിടുന്ന് നീച്ചു പോകുന്നു, വീട്ടിലേക്ക് പോയി രാവിലെ അങ്ങോട്ട് പോയിട്ട് ഇതേപോലെ തന്നെ കാട്ടിയിട്ട് വീഡിയോ എടുത്ത് തുടങ്ങുക. പ്രേക്ഷകരെ പറ്റിക്കുന്നുണ്ട്. അതെ, നിങ്ങൾ വീഡിയോ ശ്രദ്ധിക്കുക. ഞങ്ങൾ അത്തരത്തിൽ നിങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ടല്ല പോവാണ്. അപ്പൊ എന്തായാലും ഞങ്ങൾ അന്ന് 3 പകലും 3 രാത്രിയുമാണ് അവിടെ ചെലവഴിച്ചത്, ആ ഒരു കാടിനടുത്ത് ചെലവഴിച്ചത്. ഏതായാലും ആ ഒരു വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അതിന് അത്യാവശ്യം തിരക്കില്ലാത്ത രീതിയിലൊക്കെ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് തന്നു. ഇനിയിപ്പോൾ അടുത്തത് നമ്മൾക്ക് യാത്ര പോകണം. യാത്ര പോകാൻ വേണ്ടിയിട്ട് ആദ്യം ചെയ്യേണ്ട പരിപാടി എന്താ പറയുക, നമ്മളുടെ വണ്ടിക്ക് നമ്മളെ കഴിഞ്ഞ മഹാരാഷ്ട്ര പോയി വന്നിട്ട് ഇതുവരെയായിട്ട് വണ്ടിൻ്റെ ഒരു പണി എടുത്തിട്ടില്ല. നമ്മുടെ വണ്ടിക്ക് ഇഷ്ടംപോലെ പണികളുണ്ട്. അപ്പോൾ പണികളൊക്കെ എടുക്കണം. വണ്ടി പിന്നെ ഇപ്പം നമ്മളിപ്പോൾ കാട്ടിന്ന് വന്നിട്ട് പിന്നെ പ്രത്യേകിച്ചൊന്നും കാട്ടിയില്ല. മെയിനായിട്ട് വണ്ടിക്കുള്ള പണി എന്താ വെച്ചാൽ, ഒന്ന് നമ്മൾക്ക് വർക്ക്ഷോപ്പ് പണി തന്നെയാണ്. ഓയിലുകൾ ചേഞ്ച് ആക്കണം, കേബിളുകൾ ചേഞ്ച് ആക്കണം, പിന്നെ സോക്ക് ആപ്സറൊക്കെ നോക്കണം, അതിൻ്റെ മൗണ്ട് കാര്യങ്ങൾ ചെക്ക് ചെയ്യണം, ഗ്രീസ് കാര്യങ്ങളൊക്കെ നോക്കണം. അതുപോലെ തന്നെ ലൈറ്റ് കാര്യങ്ങൾ കംപ്ലീറ്റ് ചെക്ക് ചെയ്യണം, ലൈനർ ചെക്ക് ചെയ്യണം. അങ്ങനെ എല്ലാ സംഭവങ്ങളും ചെക്ക് ചെയ്യണം വർക്ക്ഷോപ്പിൽ പോയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇന്നത്തെ ദിവസം ചിലവഴിക്കുന്നത്. ഇന്നത്തെ ദിവസം ഫുള്ളായിട്ട് ചിലപ്പോൾ ഒരു വർക്ക്ഷോപ്പ് പണിക്ക് വേണ്ടിയിട്ട് വേണ്ട. വർക്ക്ഷോപ്പ് മാത്രമല്ല, നമുക്ക് ഇലക്ട്രീഷ്യനെ കാണിക്കണം. വർക്ക്ഷോപ്പ്, ഇലക്ട്രീഷ്യന്, പിന്നെ ഒരു വെൽഡറേയും കാണിക്കണം. കാരണം എന്താ വെച്ചാൽ നമ്മളുടെ ഇവിടെ നിന്ന് ഇങ്ങനെ കുക്കുവിൻ്റെ കയ്യിലാവും ക്യാമറ ഉണ്ടാവുക. അപ്പോൾ നമ്മളിങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ ഈ ലെവലിൽ ഇങ്ങനെ വിഷ്വൽ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ എടുക്കുമ്പോൾ ഇവിടെയൊക്കെ തടവാണ്. ലോകം ഇവിടെയൊക്കെ തടവാണ്. നിങ്ങൾക്ക് ഫ്രണ്ടിലേക്ക് വല്ലാതൊരു വ്യൂ, ഒരു വിഷ്വൽ കിട്ടുന്നില്ല. അപ്പോൾ വിഷ്വൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രാവലിംഗ് അല്ല ചെയ്യണം. അപ്പോൾ നല്ല രീതിയിലുള്ള വിഷ്വൽ കൊടുക്കാൻ വേണ്ടി കഴിയണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് ഇത് കണ്ടോ, ഇതിൻ്റെ ഇവിടെയൊക്കെ ഇങ്ങനെ ക്യാമറ വെക്കാൻ പറ്റുവാണെങ്കിൽ സുഖമാണ്. ഇല്ലയെന്നാണെങ്കിൽ ഇവിടുന്ന് ഇങ്ങനെ ഒരു കമ്പി ഇങ്ങനെ കൊടുക്കണം. ആ കമ്പി കൊടുത്തിട്ട് ആ കമ്പിമേ ഇവിടെ ഇങ്ങനെ ക്യാമറിന് ഫിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റണം അല്ലേ? എന്നാൽ പിന്നെ നമുക്ക് ഇങ്ങോട്ട് ഈ സൈഡിക്കും വേണമെങ്കിൽ ഇങ്ങനെ തിരിച്ചെടുക്കാം, ഇങ്ങോട്ട് വേണമെങ്കിൽ ഇങ്ങനെയും തിരിച്ചെടുക്കാം. സൈഡിലൊക്കെ എടുക്കാനൊക്കെ സൗകര്യമാണ്. അപ്പോൾ അത്തരത്തിലൊരു കമ്പി ഫിറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കട്ടെ. പിന്നെ കുറച്ച് നീളത്തിനായാലും മതി. അവിടുന്ന് കുറച്ച് നീളത്തിലായാലും മതി. അത് നമുക്ക് ഡ്രൈവ് ചെയ്യാൻ ബുദ്ധിമുട്ടും പാടില്ല. അങ്ങനെയുണ്ട് നോക്കാനതിൽ വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് അതുകൊണ്ടൊരു ബുദ്ധിമുട്ട് പാടില്ല. അപ്പോൾ അത്തരത്തിലാവും നോക്കണം. അപ്പോൾ എന്താ വെച്ചാൽ പിന്നെ വൈപ്പർ നമ്മൾ ചെക്ക് ചെയ്യണം. വൈപ്പർ നമുക്ക് ഊരി വെക്കാൻ പറ്റില്ലല്ലോ. ഇനിയിപ്പോൾ മഴയാണ്, മഴക്കാലത്താണ്. ഒരു മൺസൂൺ ട്രിപ്പാണ് ഞങ്ങൾ നടത്താൻ വേണ്ടി പോകുന്നത് അല്ലേ? അപ്പോൾ മൺസൂൺ ട്രിപ്പ്, മഴക്കാല യാത്ര. ഒരു മഴക്കാല യാത്രയാണ്. മണാലി ഞങ്ങൾ ഈ ട്രിപ്പിൻ്റെ ഒരു ഏകദേശ പ്ലാന് ഞങ്ങളിപ്പോൾ ചെയ്തു. ഏകദേശ പ്ലാൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ചെന്നൈ വരെ ഞങ്ങൾ എത്തിയിട്ടുണ്ട്. അതിൽ കാര്യമായ ടൂറിസ്റ്റ് പ്ലേസുകളൊന്നും ഇല്ല കേട്ടോ, ഞങ്ങളിപ്പോൾ തന്നെ പറയാം. ഞങ്ങൾ പരമാവധി വില്ലേജൊക്കെ കവർ ചെയ്ത് കാണാൻ കാഴ്ചകൾ തേടിയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അല്ലാതെ ഞങ്ങളിപ്പോൾ ചെന്നൈയിൽ പോയി കഴിഞ്ഞാൽ ചെന്നൈയിലെ പ്രധാന ടൂറിസ്റ്റ് പ്ലേസൊന്നും ഞങ്ങൾ നോക്കില്ല. അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് വന്നാൽ തിരുവനന്തപുരത്തെ പ്രധാന ടൂറിസ്റ്റ് പ്ലേസൊന്നും നമ്മൾ കയറില്ല. അല്ലാതെ അവിടുത്തെ ഉൾനാടും ഉൾഗ്രാമ കാഴ്ചകളൊക്കെയാണ് ഞങ്ങൾ പരമാവധി നിങ്ങളിലേക്ക് എത്തിക്കാം. എന്തൊക്കെയായാലും അതൊക്കെ ഞാൻ പിന്നീട് ഒരു വീഡിയോയിൽ ഇറങ്ങുന്നതിന് മുമ്പായിട്ടൊരു വീഡിയോയിൽ ചെയ്യാം, അതിൽ വരാം. അതിനെക്കുറിച്ചൊക്കെ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട്. ഞങ്ങളിപ്പോൾ തൽക്കാലം വണ്ടിയായിട്ട് ഇറങ്ങട്ടെ, എന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പോയോക്കാം. നമുക്ക് വർക്ക്ഷോപ്പിലൊന്ന് പോയിട്ട് ഒന്ന് കാണിക്കാം. എന്നാൽ പോലെ പോയി നോക്കാം. ഞാൻ അവിടെ എത്ര ബില്ല് വരെ അറിയില്ല, എന്തായാലും കൊണ്ടുപോയി നോക്കാം. പണിയെടുക്കൽ നിർബന്ധമാണ്. കാരണം കേബിള് അതുകൊണ്ടത് നമ്മൾ മഹാരാഷ്ട്രയിൽ പോകുമ്പോൾ വിജയപുര എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് നമ്മൾ കേബിളൊക്കെ തപ്പി റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തൊക്കെ പോയി. എന്നിട്ട് അവിടെ നിന്ന് 100 കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് കേബിൾ കിട്ടും പറഞ്ഞു. ഓർമ്മ ഉണ്ടെങ്കിൽ അതായത് നമ്മുടെ പ്രേക്ഷകർ 1-2 പേരൊക്കെ നമ്മളുടെ സേഫ്റ്റിക്ക്, അതായത് വണ്ടി നമ്മൾ വൈക്ക് കുടുങ്ങാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിരുന്നു.
കേബിൾ എടുത്തിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ എവിടുന്നേരൊക്കെ സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ നോക്കി, പക്ഷേ എനിക്ക് കിട്ടിയില്ല. അന്ന് തന്നെ ഞങ്ങൾ രണ്ടാളും പറഞ്ഞിരുന്നു ബാക്കി വരുന്നോട് വെച്ച് കാണാമെന്നുള്ള ഇതിൽ ഞങ്ങൾ യാത്ര തുടരുമായിരുന്നു. യാത്ര തുടർന്നു, ആ കേബിളും പോന്നു. ഇപ്പോഴും ആ കേബിൾ തന്നെയാണ് വണ്ടിന് ഒട്ടിയില്ലല്ലോ. അതിനൊരു കേടും പറ്റിയില്ല, അതിനൊന്നും സംഭവിച്ചില്ല. എന്നാൽ പിന്നെ ഞങ്ങൾ അത് മാറ്റണം. ഇനി അതിൻ്റെ ധൈര്യത്തിലിരിക്കാൻ പറ്റില്ല, ഇനി അത് മാറ്റണം. നമുക്ക് പോയി നോക്കിയിട്ട് അവർക്ക് ഇപ്പോൾ രാവിലെ 9:30 ആയിട്ടുള്ളൂ. 9:30 ആകുമ്പോൾ ഈ നേരത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഫസ്റ്റ് വണ്ടി നമ്മളൊക്കെ ആവാം. അതെ, സുഖമാണ്. ഇവിടെ എൻ്റെ ചാര് എടുത്തിട്ടില്ല ഗൈസ്, ഇരിക്കാനുള്ള ചാര് ഉണ്ടല്ലോ. അപ്പോൾ അവിടെ തോട്ടിലും പാച്ച് പോന്നപ്പോൾ തോട്ടിലൊക്കെ വെള്ളം കൂടി ഉണ്ട് കേട്ടോ. മഴയല്ലേ, ഇവിടെ നല്ല മഴ ഉണ്ട് ഗൈസ്. നമുക്ക് നോക്കാം തോട്ടിലും പാടത്തൊക്കെ വെള്ളം ഉണ്ടോ. തോട് പാടമാണ് ആ കാണുന്നത്. ഇവിടെ ഞങ്ങളെ തോട് സ്റ്റാർട്ട് ആവുകയാണ്. ആ വെള്ളം കണ്ടോ, ഇവിടെയൊക്കെ വേസ്റ്റ് അടിഞ്ഞു കൂടിയാണ് കേട്ടോ. ഇതൊക്കെ അത്യാവശ്യം വേസ്റ്റ് അടിഞ്ഞു കൂടി ഒരിക്കലേ വെള്ളം കുറഞ്ഞതാണ്. ഇന്നലെ രാത്രി മഴ പെയ്തില്ല, രാവിലെയാണ് മഴ ഉണ്ടായത്. ഇന്നലെ പകലൊക്കെയാണ് മഴ ഉണ്ടായത്. അവിടൊക്കെ വെള്ളം കുറഞ്ഞില്ലേ? ഇത് ഞങ്ങളുടെ ഒരു പ്രധാന നദിയാണ് ഞങ്ങളുടെ നാട്ടിലെ ഒരു തോടാണ്, പ്രധാന തോട്. ഇവിടെയൊക്കെ കാണാൻ നല്ല രസമുണ്ടോ? ഈ സൈഡൊക്കെ ഇനി പച്ചയായിട്ട് ഇങ്ങനെ വരും. ഇതൊക്കെ പുല്ലൊക്കെ മുളച്ച് കഴിഞ്ഞാലേ ഫുള്ള് പച്ചയായിട്ട് ഇങ്ങനെ വരും. നല്ല രസമാവും കാണാൻ. ഓക്കെ, അപ്പൊ നമ്മളങ്ങനെ നമ്മളുടെ വർക്ക്ഷോപ്പിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി നമ്മളുടെ വണ്ടിനെ മൊത്തത്തിലൊന്ന് സെറ്റാക്കി എടുക്കണം. ബൗസർ ഓക്കെ അല്ലേ? പണിയില്ല, ചെറിയ പണിയാണ്. വേഗം നോക്കി എന്നിട്ട് വേണേ ഞങ്ങൾക്ക് പോവുകയെ. ഇതെന്താടാ ഇഞ്ചൻ പൊളിച്ചു വെച്ചു. അപ്പൊ ഇതെന്താ സംഭവം? ഇഞ്ചൻ പണിയാ? ഇതല്ലേ പിസ്റ്റൻ? അതാണ് പിസ്റ്റൻ എന്ന് പറയുന്നത്. ഇതിങ്ങനെ സെക്കൻഡ് ഒരുപാട് വട്ടം അടിച്ചു. ചെറുതുണ്ടോ? അത് ചെറുതും ചിലപ്പോൾ അങ്ങനെ അടിച്ചത്. പെട്രോൾ അത് എങ്ങനെയാണ് അതിന്റെ ശരിക്കുള്ള പ്രവർത്തനമൊക്കെ അറിയില്ല. അത് അതിൻ്റെ ഉള്ളിൽ കൂടെ മൊത്തത്തിൽ ലൂസായി കിട്ടാൻ വേണ്ടി. ശരിക്കും എന്താ അറിയോ, ഈ സാധനത്ത് ഇത് കുറച്ച് താത്തിയിട്ട് നിർത്തണം. എന്നിട്ട് അതിൽ എണ്ണ ഒഴിച്ച് ഇറങ്ങാൻ പാടില്ല, എണ്ണ തളം കെട്ടി നിൽക്കണം. ഇറങ്ങിക്കഴിഞ്ഞാൽ സ്ക്രാച്ച് ഉണ്ട് എന്നാണ്. അങ്ങനെ എങ്ങനെയാണ് ആവശ്യം ഇതിന് പ്രവർത്തനം ചെയ്തത്? ഇങ്ങനെ സെറ്റ്. നിങ്ങളേ ഇതിൻ്റെ പ്രവർത്തനം എങ്ങനെ ഒന്ന് പറഞ്ഞുതരാൻ പറ്റുമോ? പിസ്റ്റൻ്റെ ഇതൊക്കെ എണ്ണ ചാടും. ഇതൊക്കെ കമ്പർഷൻ കൊണ്ടാണ് ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത്. കമ്പർഷൻ കൊണ്ട് പറഞ്ഞാൽ എയറും ഡീസലും പിന്നെ പിസ്റ്റൻ്റെ വർക്കിങ്ങും ഇത് കൂടിയിട്ടാണ് ഒന്നായിട്ട് കൂടിയിട്ടാണ് വർക്ക് ചെയ്യണത്. എല്ലാം ഒരുമിച്ചാവണം. ഒക്കെ ഒറ്റ ടൈമിംഗ് ആണ്. അതായത് ടൈമിങ്ങിൽ അവിടെ സ്ക്വാഡർ നടക്കുന്നത്, ഒരു പ്രവർത്തനം നടക്കുന്നതാണ്. ആ പ്രവർത്തനമാണ് സ്റ്റാർട്ടാണ്. ഇപ്പോൾ നമ്മളെ മറ്റേ ഈ ടാക്സിമേലേ നിങ്ങൾ ഇതൊക്കെ എണ്ണ ഒഴിച്ച് കാണിച്ചു തന്നില്ലേ ഡീസൽ? അതിന് എന്താ സ്ക്രാച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തേയ്മാനം ഉണ്ടാക്കാനല്ലേ? അപ്പോൾ നമുക്ക് വേഗം മനസ്സിലാക്കാം. നമ്മളത് നോക്കിയല്ലേ തിരക്കെന്ന്. ഇന്നലെ മഴയല്ലേ? മഴയത്ത് അങ്ങോട്ട് പോകണ്ടേ ഞങ്ങൾക്ക്. ഇന്നെവിടെ മഴ? ഇന്ന് ഫുള്ള് വെയിലാണ്. നമ്മളുടെ വണ്ടിമ്മ പണി തുടങ്ങുവാണ്. നമ്മുടെ ഫ്രണ്ട് ചെറിയൊരു പ്രശ്നമുണ്ട്. ടയറ് കണ്ടോ, ഈ ഭാഗങ്ങളൊക്കെ ചെറുതായിട്ട് ചെത്തിപ്പോകുന്നുണ്ട്. പിന്നെ ഓടിക്കുമ്പോഴും തന്നെ ഒരു സൈഡിലേക്ക് ഒരു ബ്രേക്ക് ഔട്ടുമ്പോഴൊക്കെ ഒരു പിടുത്തം വരുന്നുണ്ട്.
അപ്പോൾ അത് നോക്കണം. ഫോർക്ക് ലൂസ് ഉണ്ടല്ലേ? പിന്നാണ് പിന്നടിച്ചാണല്ലേ? വലത്ത് കൂടുതലത്. ആ വലത്ത് പോകണമെന്നുണ്ടെങ്കിൽ പിന്നടിക്കണം. അപ്പോൾ പിന്നടിക്കണം. ഇവിടെ തന്നെ 1500 രൂപ കേട്ടോ. പിന്നുമല്ലോ സോക്ക് അപ്സറോ കഴിച്ച് നോക്കണ്ടേ അല്ലേ? തോട്ടത്തിൽ പോയിക്കണമെങ്കിൽ 2 ഗിറ്റാറൊക്കെ വരും. ആ എന്തായാലും നോക്ക്. പോർക്ക് കഴിച്ചെന്തായാലും ആകുമ്പോൾ എടുക്കാം, പണം എടുക്കാം. അപ്പോൾ ആകുമ്പോൾ തന്നെ നമുക്കൊരു 12,000 റുപ്യ ചിലവ് പോർക്കുമ്പോൾ വരും. പോർക്ക് കഴിക്കുകയാണ്. കാരണം നമുക്ക് ഓടിക്കാനൊരു സുഖം വേണ്ട. ഒരു വണ്ടി ആകുമ്പോൾ അതിന് ഓടിക്കാനൊരു സുഖം വേണം. ആ ഒരു സുഖം ഈ വണ്ടിക്ക് എനിക്ക് കിട്ടാറില്ല, ഇതുവരെ കിട്ടിയില്ല. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ആ പണി മാത്രം എടുത്തില്ല. നമ്മൾ വണ്ടി വാങ്ങിയ ടൈമിൽ ഒരു പണി എടുത്തപ്പോൾ ഞാൻ പിന്നെ ജസ്റ്റ് അടിച്ചു കൊടുത്തിരുന്നു. അതിനെ വലിയ കാര്യമായിട്ടുള്ള പണിയല്ല എടുത്ത്, ഒരു ഒപ്പിക്കൽ പണി എടുത്തിരുന്നത്. പക്ഷെ ഇനി അങ്ങനെ പറ്റില്ല. കാരണം ഇനി നമ്മൾ പോകാൻ പോകുന്നത് കുറച്ച് വലിയ ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നോക്കണം. കുറച്ച് പൈസക്ക് ചിലവാണ്, എന്നാലും ചെയ്യാൻ നല്ലത് കാരണം നിർത്തില്ല. ബൈസിക്കൽക്കൊക്കെ ഫുള്ളായിട്ട് ഇഞ്ചമ്മലാണ് ഇന്നത്തെ പണി എന്ന് പറയുന്നത്. ഈ ഒരു വണ്ടിൻ്റെ ഇഞ്ചിൻ ഇവിടെ കഴിച്ച് വെച്ചേക്കാണ്. ഇത് അവിടെ ആ വണ്ടി മാറ്റി വെച്ചാൽ നമ്മളിവിടെ പണിയെടുക്കുന്ന ഒരു ഇഞ്ചിനാണ് അല്ലേ? രണ്ടാമത്തെ. മൂന്നാമത്തെ ഉണ്ടാവോ? എല്ലാം കേട്ടല്ലേ? കാരണം അത് നമ്മുടെ സ്റ്റാൻഡിലൂടെ നമ്മുടെ സുഹൃത്താണ്. നമ്മളെ ഈ വണ്ടിക്ക് കൂളണ്ടിൻ്റെ ഇവിടെ നല്ല ലീക്ക് ഉണ്ട്. ഉണ്ടോ? നല്ല ലീക്കാണ് അവിടെ. അപ്പോൾ ഇതിലൊക്കെ ഓയിൽ ലീക്ക് കാര്യമൊക്കെ വന്നിട്ട് കിടക്കുവാണ്. അപ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ലാതെ കഴിച്ചിലായി പോട്ടെ. കാരണം ഓട്ടോറിക്ഷ ഓടിയിട്ട് ഇതൊക്കെ നന്നാക്കുന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ടാസ്ക് പരിപാടിയാണ്. ഇത് നമുക്ക് പൈസ ഇറക്കാൻ തന്നെ ഓടുന്ന പൈസ ഉള്ളൂ എന്നുള്ളിടത്തോളം. കുക്ക് പണിക്കാരനാ ഇവിടെ പണിക്കയറ്റിയോ? ഓനൊരു പണിയില്ല ഇറക്കി. ഓന് പണിയായി. ഇത് ലൈനർപ്പം നോക്കിക്കൂടെ? ഉണ്ടോ? എവിടെയാണ് സാധനം? അത് ഇപ്പുറത്താവട്ടെ. അപ്പോൾ ഈ ഫ്രണ്ടത്തെ ലൈനർ വലിയ പ്രശ്നമല്ല. ഡ്രമ്മ് വലിയ തീരുമാനമൊന്നും ഇല്ലല്ലേ? വലിയൊരു പ്രശ്നമൊന്നുമില്ല. ഓവർ സൈസ് ഇടാ പറഞ്ഞാൽ ഓവർ സൈസ് കനം കൂടിയത് ഇടാം. മറ്റേത് സാധാ ഓട്ടോമാറ്റിക് കോമ്പാക്റ്റിന് പറ്റൂല അല്ലേ? ഡ്രമ്മ് മാറ്റണം. അങ്ങനെ ഫോർക്ക് ഇങ്ങനെ കഴിച്ച് വെച്ചിട്ടുണ്ട്. ഇവിടെ ഉണ്ടാ നമ്മളുടെ ഇവിടെയൊക്കെ ഫുള്ള് തുരുമ്പാണ് കേട്ടോ. ഇത് പള്ളാണ്. അവിടെ ഫുള്ള് തുരുമ്പായിട്ട് അതൊക്കെ ഒന്ന് റെഡി ആക്കാം. എന്താ മാന്തി പൊളിച്ചണ്ട അവിടെ നോക്കാം. ഇനി ഇവന്മലാണ് പണി. ഇൻഡസ്ട്രി പണിയൊക്കെ പെടാൻ ഉള്ള പണിയാണ്. അപ്പം നമ്മളെ വണ്ടിക്ക് മൂണ്ടല്ലാതായില്ല, മൂക്കില്ല. നമ്മളുടെ കഴിഞ്ഞ യാത്രയിൽ നമ്മളെ സ്വീപ്പാക്കിയ സംഭവമാണ് ഡീസൽ ഫിൽറ്റർ. അപ്പോൾ അത് നമ്മൾ ചേഞ്ച് ആക്കുന്നുണ്ട്. അത് കഴിച്ചിട്ട് അതിനെന്തെങ്കിലും കംപ്ലൈൻ്റ് ഉണ്ടോ, അതായത് അതിൽ കരട് കുടുങ്ങിയിട്ടുണ്ടോ എന്നൊക്കെ നോക്കണം. അതിന് വേണ്ടിയിട്ട് കുറേ എണ്ണപ്പം നമ്മൾ നോക്കണം. പിന്നെ നമ്മളുടെ ഹൗസിങ് ഓയിലൊക്കെ വളരെ കുറവാണ്. ആ ചാടി കിടക്കേണ്ടതാണ് ഹൗസിങ് ഓയിൽ എന്ന് പറയുന്നത്. അതൊക്കെ വളരെ കുറവാണ്, വളരെ കുറച്ചുള്ളായിരുന്നു ഉണ്ടായിരുന്നത്. ഇവിടെ ഒന്നും ലീക്ക് കാര്യം അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല വണ്ടിക്ക്. പക്ഷേ എങ്കിലും നോക്കുക, ഫിൽറ്ററിൻ്റെ അവസ്ഥ എന്താ അറിയാലോ? എന്താ അവസ്ഥ? ഡീസലൊന്നും നമുക്ക് പറ്റൂല അല്ലേ? ഫിൽറ്റർ ഒറ്റ പോയില്ലേ? ഫിൽറ്ററിൻ്റെ അവസ്ഥ ഇതാണ് മൊത്തത്തിൽ. ഖറാബ് അതിൻ്റെ ഉള്ളിലൊക്കെ ഫുള്ള് ചളിയാണല്ലേ? ഇതൊക്കെ കണ്ടത് ഫുള്ള് ചളി. അത് പറ്റൂല. ഇനി അടപ്പിന് കുഴപ്പമൊന്നുമില്ലല്ലോ? വെറുതെ അല്ല നമുക്കന്ന് പണി കിട്ടിയത്. അന്ന് നമുക്ക് ഇവനാ പണി തന്നതേ. നമ്മളിവിടെ അതിലൊക്കെ അയച്ചില്ലേ? അവിടെ അതിലെങ്ങനെ എണ്ണ അങ്ങനെ ചാടിപ്പോണ. എന്നെ പിടിക്കില്ലേ? എന്റെ കയ്യിലില്ല. ശരിയാക്കും.
നമ്മളെ ഫോർക്ക് ഉണ്ടല്ലോ, ഫോർക്ക് ഇൻഡസ്ട്രിയിൽ പണിയൊക്കെ കഴിഞ്ഞ് കൊണ്ടുവന്നു. ഇനി ഇത് കയറ്റണം. പക്ഷെ ഇവിടുത്തെ തുരുമ്പോൾ നമ്മളിപ്പോൾ തൊടുന്നില്ല കേട്ടോ ഗൈസ്. കാരണം എന്താ വെച്ചാൽ ഇനി ട്രിപ്പോഡിയും കഴിയട്ടെ. ട്രിപ്പോഡിയും കഴിഞ്ഞിട്ട് നമ്മൾ അമ്മ തൊടുകയുള്ളൂ. ആകെ തുരുമ്പാണ്. അതൊക്കെ പിന്നെ മൊത്തത്തിൽ ബോഡി ഇറക്കാനായിട്ട്. കാരണം എന്താ വെച്ചാൽ ഇവിടെ ഉള്ളിലെ ഫ്ലാറ്റൊക്കെ തുടങ്ങുകയാണ്. അങ്ങനെ ഉള്ള ഫ്രണ്ട് മുന്നത്തെ ഫ്ലാറ്റ് കംപ്ലീറ്റ് പോവുകയാണ്. ബാക്ക് പിന്നെ ഫ്ലാറ്റ് കുഴപ്പമൊന്നുമില്ല. പക്ഷേ എങ്കിൽ എന്താ പെയിൻറ്റ് പോയത് ഇത് വേഗം ക്ലിയർ ആക്കിയില്ലെങ്കിൽ ഈ ഫ്ലാറ്റും പോവും. അവൻ പോയി കിട്ടും. നമ്മുടെ ഹാൻഡിൽ കുടിക്കില്ല. പക്ഷേ എങ്കിൽ നമ്മുടെ ഫോർക്കിൻ്റെ പണി ഫുള്ള് കഴിഞ്ഞ് എല്ലാം സെറ്റാക്കി. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു കേബിൾ ഇതിനില്ലായിരുന്നു. ഇത് നമ്മൾ പെട്ടതാണ്. ഇത് ഇട്ടത് പറഞ്ഞാൽ അത് എന്തിനുള്ള വെച്ചാൽ നമ്മളുടെ ഈ ഒരു മീറ്ററിൻ്റെ കേബിളാണ്. ഇപ്പോഴും തന്നെ ഈ സൂചി കറങ്ങില്ല. പക്ഷേ എങ്കിൽ ഇതിൻ്റെ ഉള്ളത്തെ കിലോമീറ്റർ കണ്ടെങ്കിൽ ഈ കിലോമീറ്റർ കറങ്ങും. അതെങ്കിൽ അത് അതേപോലെ ഒന്നുണ്ടാവട്ടെ എന്ന് എഴുതിയിട്ടാണ് അത് മാറ്റിയില്ല. ഞാൻ ആദ്യം സൈസ് കൊടുക്കാണ്ട്. അതിൻ്റെ മുമ്പായിട്ട് ഞാൻ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ ഇവിടെ ഓയിൽ, ഇവിടെ വണ്ടീൻ്റെ ഓയിൽ ചോർത്തിയിടണം. ഓയിൽ മാറ്റണം. മൗണ്ട് കോൺസ് ഓയിൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. ഓയിൽ കമ്മിയുണ്ട്. ഓയിൽ കമ്മിയൊന്നുമില്ല. നമ്മുടെ ഓയിലാണ് ചാടിക്കൊണ്ടേ ഇരിക്കുന്നത്. ഓയിൽ കമ്മിയില്ല. പക്ഷേങ്കിൽ പറ്റ നാശമായില്ലേ ഓയിൽ തീരെ ഇല്ലേ. പറ്റ കറുത്തില്ലേ, നന്നായിട്ട് കറുത്തുണ്ട്. ആ പൈപ്പിൽ വെള്ളം വരുന്നാര് വരുന്ന മാറ്റാൻ നേരം വൈകണം. സാധാരണ മാറ്റുന്ന ടൈം കഴിഞ്ഞു, അതായത് കിലോമീറ്റർ കഴിഞ്ഞു. അപ്പോൾ അതിന് മാത്രം നമ്മൾ ഓടി. അപ്പം കിലോമീറ്റർ പാച്ചിക്കണം. 7 കിലോമീറ്റർ വെച്ചാൽ ഇതിൽ ഇപ്രാവശ്യം പോവുകയാണെങ്കിൽ ഇതിനേക്കാൾ പോവേ. അപ്പോൾ എൻ്റെ ഓയിൽ പറഞ്ഞു കൊടുക്കേ. പറഞ്ഞാൽ മതില്ലേ. അല്ല ഓയിൽ കമ്മിയില്ലല്ലേ. അതെന്തായാലും വലിയ രക്കാണ്. ഓയിൽ കമ്മി ഉണ്ടാകുമ്പോഴല്ലേ പ്രശ്നം. ഓയിൽ കമ്മിയില്ല. ഞാൻ ഓയിൽ എങ്ങനെ ചെക്ക് ചെയ്യണ്ടാവെന്ന് പറഞ്ഞോണ്ട. അതിനനുസരിച്ച് കുറവുണ്ടെങ്കിൽ കമ്മി ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒഴിച്ചാൽ ഓയിൽ ഫുള്ളാണ്. ഇതിൻ്റെ ഇവിടേക്കൊക്കെ വരികയാണെങ്കിൽ ഒരു 300 അറുന്നൂറ്റാൽ മതി. അവിടേക്ക് ഇതായത്തേക്ക് ഇത്രയൊക്കെ വരികയാണെങ്കിൽ 300 വരിക. ഇത് പിന്നെ ആയി കഴിഞ്ഞാൽ ഒരു 500 ഇത്രയൊക്കെ ആകുമ്പോൾ നോക്കുക. രാവിലെ പോയിക്കൊണ്ട് രാവിലെ നോക്കുമ്പോൾ കറക്റ്റ് അറിയുള്ളൂ. നമുക്കത് അറിയില്ല. അപ്പം എന്താ വെച്ചാൽ അത് ഇന്നത്തെ ഈ യാത്ര എന്ന് പറഞ്ഞാൽ ഒരു കൊടൂര് യാത്ര ഞാൻ ഉദ്ദേശിക്കും. അങ്ങനെയെങ്കിൽ അതൊക്കെ നോക്കാം. ഓയിലൂടെ ഒഴിച്ചു കൊടുക്കാം. കുക്കൂനെ കാണാമല്ലോ കഴിച്ചു. ഇവിടെ എവിടെയും കുക്കൂനെ കാണാമല്ലോ. അങ്ങനെ ഇതിൽ പോയത് ഇതിൻ്റെ ഒപ്പം ഒരു തോണല്ലേ ഞാൻ അവിടെ തോണയിൽ പോയിക്കണേ. ഇവിടെ പാട്ടിന് ഒക്കെ എങ്ങനെ ഓരോന്ന് പറഞ്ഞു. സുഗമദേവിയില്ലേ, അതിനെ കുറ്റം പറഞ്ഞു. ആ 2 വരിക്കാണ് പോലെ എന്നുള്ള പാട്ടില് സുഗമദേവിയിലെ സുഗമദേവിനെ കുറ്റം പറഞ്ഞതിൽ പോയതാ. ഇവിടെ എവിടെ കാണാമല്ലോ ആളെ. മൈ ഗോഡ്, എൻ്റെ പയ്യനെവിടെ നഷ്ടപ്പെട്ടവനക്ക്. നമ്മളുടെ ഇടത്തെ സൈഡത്തെ വലത്തെ സൈഡത്തെ വീലാണത്. ലൈനർ ഉണ്ട് അല്ലേ. ബ്രേക്ക് എല്ലാം കിട്ടാത്തതല്ല. പിന്നെ സ്റ്റൈക്ക് കംപ്ലൈൻ്റ് ഉണ്ട്. അപ്പോൾ സ്റ്റൈ ഒന്ന് കാണിച്ചാൽ നോക്കിയാൽ എങ്ങനെയാണ് എനിക്ക് മനസ്സിലായില്ല. ബുഷ് പോയിണെന്ന് പറഞ്ഞാൽ സ്റ്റൈൻ്റെ ബുഷ്. ഈ സാധനമാണല്ലേ ഇൻഡസ്ട്രിയിൽ കൊണ്ടുപോയിട്ട് നമ്മൾ ഇത് വാങ്ങിക്കൊണ്ടു പോകണം അല്ലേ. എല്ലായിടത്തും തന്നെ ഉണ്ടായാൽ പോരെ. പോയില്ലേ പോയോ. മാറ്റില്ലേ മാറ്റാനല്ലത്. ആ മാറ്റിയാളാണ്. അത്രയും പോയിട്ട് മാറ്റിയില്ല പണിയിട്ടുണ്ട അത് മാറ്റാം. അപ്പോൾ അതാ നമ്മുടെ കഴിഞ്ഞ ട്രിപ്പിന് നമ്മളെടുത്തിരുന്ന പണിനേക്കാൾ കൂടുതൽ പണി നമുക്ക് പ്രാവശ്യം. സത്യം പറഞ്ഞാൽ അന്ന് അതിന് മാത്രം പണികളൊന്നും എടുത്തിട്ടല്ല ഞങ്ങൾ പോകണം. നമ്മൾ അന്ന് പണിയെടുത്തപ്പോൾ ഈ പ്രശ്നമില്ലല്ലോ. ഇല്ലല്ലേ.
അന്ന് ഞങ്ങൾ ലൈനർ മാറ്റിയത് സിലിണ്ടറും ലൈനറും ഒപ്പം മാറ്റിയതില്ലേ സാധ്യത ഇനി കൊടുത്തൊന്നും കാണില്ല. ഓ നന്നായില്ലേ. ഇതൊക്കെ ഒറിജിനൽ സാധനം ഇട്ടു എന്നേ അയാളിനോട് പറഞ്ഞേ വണ്ടി എടുത്തന്നേ. ലൈനർ ഒറിജിനൽ അല്ല, പക്ഷെ ലൈനർ ഇത് മതി മതി. പിന്നെ എല്ലാവരും ഇടുന്ന ലൈനർ ഇത് തന്നെയാണ്. പക്ഷേ സിലിണ്ടർ ഒക്കെ ഒറിജിനലാണ്. 500 രൂപ വിലയുണ്ട് സിലിണ്ടറിനോ? ആ ബ്രേക്കിനല്ല ഇതിന് വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷെ എങ്കിൽ ബ്രേക്ക് ഔട്ടുമ്പോൾ ചൂടായി കഴിഞ്ഞാൽ അപ്പോൾ അതാണ് പറഞ്ഞത്. ഇപ്രാവശ്യം നമുക്ക് നല്ല പണിയായി. നല്ല പണിയെന്ന് പറഞ്ഞാൽ കൊടിയുടെ പണിയാണ്. കുക്കുനെ കണ്ടിട്ടില്ലല്ലോ അപ്പോഴും. കുക്കുനെ തപ്പടാ കയ്യണിച്ച് എവിടെയായിരുന്നു? ഞാൻ അപ്പുറത്തെ ഞാനൊരു കാർത്ത ഇവന് ചെറുക്കൻ്റെ പടം കുത്തിരിക്കുന്നോ? അതിൻ്റെ ഉള്ള അടിപൊളിയാ. തോട്ടും പറ്റില്ലോ? ഓ ഇവൻ്റെ കൂടെ അവിടെ വർത്താനം പറഞ്ഞിരിക്കുന്നതാണ്. ഞാൻ ചെറുക്കനല്ലേ? ചെറുക്കൻ്റെ അപ്പം എൻ്റെ കളിയില്ലേ? എൻ്റെ പേരെന്താ? വിജേഷ്. വിജേഷിൻ്റെ വിജേഷ് ഇവിടെ സർവീസ് സ്റ്റേഷനിൽ വർക്ക് ചെയ്യണ ഒരു ചെക്കനാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്നൊരു തോടാട്ടോ. നമ്മുടെ ഈ ഒരു വർക്ക്ഷോപ്പിൻ്റെ ബിൽഡിങ്ങിൻ്റെ നേരെ ബാക്കിൽ നാട്ടിലേക്ക് പോകുന്നൊരു തോടാ. എങ്ങനെ? മീനില്ലാത്ത തോടോ? ആ അതെനിക്ക് അറിയാത്തതുകൊണ്ടാണ്. മഴ പെയ്ത് വെള്ളം കൊടുത്തേ പുഴക്ക് മുട്ടിക്കഴിഞ്ഞാൽ വെള്ളം കൂടിക്കഴിഞ്ഞാൽ വരും മീൻ. അവിടെ പോയണ്ടോ? പാണ്ടിക്കാടാണല്ലോ ജി? പാണ്ടിക്കാട് ഏതേപോലെ പോയാ? അപ്പോൾ എൻ്റെ പേരെന്താ പറയുക? മണ്ണാത്തിപ്പോയേ. ആ മണ്ണാത്തിപ്പോയ നല്ല മീനാ. പിന്നെ നെല്ലിക്കുത്തുണ്ട്. നെല്ലിക്കുത്തും പോയ തന്നെ മുടിക്കോടുണ്ട്. ആ ഇത് ആരുടെ റൂം? റെസ്റ്റിംഗ് റൂം. ഇപ്പം കടന്നുറങ്ങി. കുക്ക് ഓല് ഇവിടെ ഒന്നുണ്ട്. ഓലെ തെരഞ്ഞിട്ടേ ഞാൻ കണ്ടില്ല, ഞാൻ പേടിച്ചു പോയി. അതായത് ഇതാണ് സാധനം. ഇത് 2 പോയിന്റ് കേട്ടോ. നമ്മൾ സുബിയാണ് നമ്മുടെ സ്റ്റൈം കൊണ്ട് പോവുകയാണ്. ഇതാണ് ഇൻട്രസ്റ്റ്. ഇവിടെ തൊട്ടപ്പുറത്തുള്ളതാണ്. ഇവിടെ ഈ സാധനം കൊടുത്തിട്ട് ഇതൊന്ന് ഹൈക്ക് അടിപ്പിക്കാം. ഇതാണ്ടോ കുക്കുവിന് ഇവിടെ നല്ലൊരു കമ്പനീനെ കിട്ടിയാണ് ആ ചെക്കന്. രണ്ടാൾ ഭയങ്കര കമ്പനിയാണല്ലോ. വർത്താനൊക്കെ കേട്ട് കുക്കു അവൻ്റെ ഒപ്പം തന്നെയാണ്. ഏതായാലും നടക്കട്ടെ. ഫുള്ള് തിരിച്ചും പോകുകയാണല്ലോ വയസ്സ്. സ്റ്റൈയൊക്കെ കത്തിക്കണം. ഇതിൻ്റെ പണിയൊക്കെ ഞാൻ ആദ്യമായിട്ട് എടുക്കുന്നത് കേട്ടോ. എൻ്റെ ടാക്സിക്ക് പോലും ഞാൻ ഇത്തരം പണികൾ ഇതുവരെയായിട്ട് എടുത്തിട്ടില്ല. ചെങ്ങന്മാർ നമ്മൾ ഇന്ന് വന്ന ദിവസം വല്ലാത്തൊരു ദിവസമായിപ്പോയി. കാരണം എന്താ വെച്ചാൽ ഇവർക്ക് അത്യാവശ്യം പണിയുള്ള ദിവസമാണ്. ഇവർക്ക് പണ്ടായിക്കോട്ടെ, ഇവർക്ക് തിരക്കുണ്ടാവണം, പണുണ്ടാവണം, പണിയൊക്കെ വേണം. ഇല്ലടാ ഇപ്പോൾ സമയം എന്ന് പറഞ്ഞിട്ടുണ്ടോ 3 മണിയായി. ഈ നേരം വരെ ഭക്ഷണം കഴിച്ചില്ല. അപ്പോൾ ഒരു കഞ്ഞി കുടിച്ചതുകൊണ്ട് ആശ്വാസമായി. ഇപ്പോൾ ഞങ്ങൾ സുബിൻ്റെ ഒപ്പം വീട്ടിലേക്ക് പോവുകയാണ്. സുബിൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്ത് കൂടെ തന്നെയാണ്. വീട്ടിലേക്ക് പോവുകയാണ് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. ഉച്ച ഭക്ഷണം കഴിച്ചില്ലല്ലോ. ഉച്ച ഭക്ഷണം കഴിച്ചിട്ട് ഇനി ബാക്കി പരിപാടികൾ അങ്ങനെ പറയാം. കുക്കൊക്കെ ഉണങ്ങി. വാടാ 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 മോനെ. ഇവിടെ എന്താ പണി? അവിടെ പായ് കെട്ടട്ടെ ആ സൈഡിൽ. ഇവിടെ നമ്മൾ വണ്ടി എടുത്തുന്നതാണ്. ഇതിൻ്റെ ചൂട് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ ഒരു കോഴിക്കോടുമ്മയ്ക്ക് ഒന്ന് വെള്ളം വരാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ചെറിയൊരു പായ് ഇങ്ങനെ കിട്ടും. ഈ വെള്ളം ഇവിടെ വന്ന് തന്നെ വീഴുക. പായോ ഇത് 9 അടിയാണ് വീതി. ഉണ്ടാവില്ല വീതി അത്ര പോരാ. അല്ലെങ്കിൽ അപ്പുറത്തെ തൊടുക്ക് വെള്ളം ചാടൂല. ആ ഇത് ചാടൂല. ഇതിനേക്കാൾ വീതി ഉണ്ടെങ്കിൽ ചാടും. നമ്മൾ ഭക്ഷണം കഴിക്കട്ടെ. ഓക്കെ. ഹലോ. എന്താ പറ്റി? അതായത് നമ്മൾ ആ വെള്ളത്തിൽ അതിൽ കളിച്ചിട്ട് ഒരു സംഭവം ഉണ്ടായി. തേരുള്ളി. തേര് എന്ന് പറയുന്ന മരമുണ്ട്. അത് പുള്ളിയതാണ് ഉപ്പുണ്ട് കരുമുടി കാണുന്ന ഡോട്ടൊക്കെ ഉണ്ടല്ലോ. ഇതൊക്കെ അതാ ഒരു ചൊറിയുണ്ടല്ലേ. ഹോസ്പിറ്റലിൽ പോയി നല്ലായിരുന്നു. നിർത്താൻ പറ്റില്ല, മുറിയാവല്ലേ. മാന്തി മുറിയാ. അവിടെ നല്ല മുറി തന്നെ ആയിണ്ടല്ലോ. ആ തേരുള്ളി പോയെന്ന്. ഓ ഞങ്ങൾ ഭക്ഷണം കഴിക്കട്ടെ കേട്ടാ. കുക്കുൻ്റെ നാട്ടിൽ കഴിച്ചൊരു മരിപ്പുണ്ട്. അപ്പോൾ കുക്കു മരിപ്പിന് പോവുകയാണ് അല്ലേ. ടാറ്റാ. ഈ നിർത്തം നിൽക്കലോട്ട് കുറേ നേരമായി. ഭക്ഷണം കഴിച്ചപ്പോൾ വന്നേ ഉള്ളൂ. സുബിയുടെ വണ്ടി നിർത്തട്ടെ.
നമ്മുടെ മുതലാളി ഉണ്ണിയേറ്റുണ്ടാവുന്നു. ഇവിടെ എപ്പോഴും വണ്ടികളുണ്ട് കേട്ടോ. ഇനി നമ്മളുടെ ഈ സ്റ്റൈലാണ് ആ പ്രശ്നം ഉണ്ടായത്. ഇനി ആ സൈഡത്തെ അത് കഴിക്കുമ്പോൾ എന്താ അവസ്ഥ വരിക അറിയില്ല. അത് ഇതേപോലെ തന്നെ ആണെങ്കിൽ നമുക്ക് അതും തന്നെ പണിക്കണ്ടേ. കാരണം എന്താ വെച്ചാൽ നമുക്ക് സോക്കാപ്സർ, ഞാൻ സോക്കാപ്സറാന്ന് കഴിയും. ഈ സോക്കാപ്സർ കണ്ടിട്ട് പോയിക്കണം. ഇവിടത്തെ ലീക്ക് കാണുന്നുണ്ട്. എന്താ പോയ പോലെ ഉണ്ട്. എന്താ നോക്കട്ടെ. നമ്മൾ ഡീസൽ ഫിൽറ്റർ അതിൻ്റെ കപ്പുണ്ടല്ലോ, നന്നായിട്ടൊന്ന് വെള്ളമടിച്ച് അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇത് വെള്ളം നന്നായിട്ട് നിൽക്കാം. മൗണ്ട് എന്താ അവസ്ഥ? ആ സൈഡത്തെ മൗണ്ട് കുഴപ്പമില്ല. ഇപ്പം ഇതും കൂടി സ്റ്റൈ പോയിണ്ടോക്ക് ഡൗട്ടുണ്ട് ഇവിടെ. അല്ലെങ്കിൽ ഇവിടെ പിന്നേട്ടം ഇതിന് മുന്നേ പറഞ്ഞ മാതിരി ആ ഒരു ആക്സിഡൻറ്റ് തിരിഞ്ഞാണ്. ഞാൻ അതിൻ്റെ പ്രശ്നമാണെന്ന് അറിയില്ല. ഇവിടെ ഇങ്ങനെ അടി ഉണ്ടാവലുണ്ട്. ഇതൊക്കെ മാറ്റാനായിരിക്കണം. പക്ഷേ എങ്കിൽ ഈ ഒരു യാത്ര കൂടി കഴിഞ്ഞിട്ട് ഇതൊക്കെ മാറ്റുന്നുള്ളൂ. ഇത് തൽക്കാലം ഇങ്ങനെ എയർ അടിച്ചിട്ട് ഇടാൻ തന്നെ കരുതുന്നുണ്ട്. അവിടെ കേട്ടെ. ആ ഓയിൽ ഫിൽറ്റർ മാറ്റുന്നു കേട്ടോ. അത് മാറ്റല്ലേ? ഓയിൽ ഫിൽറ്റർ മാറ്റുകയാണ്. ഓയിൽ ഫിൽറ്റർ മാറ്റൽ നിർബന്ധമാണ്. ഇതിൻ്റെ വില 128 റുപ്യ കേട്ടോ. പുതിയ ഫിൽറ്റർ, നമ്മൾ പഴയ ഫിൽറ്ററിൻ്റെ കുഴപ്പം ഞാൻ മാറ്റിയില്ല എന്ന് പറയുന്നത്. ഞാൻ മാറ്റുകയാണ്. എയർ ഫിൽറ്റർ നമ്മൾ മാറ്റിയില്ല. അതുപോലെ തന്നെ ഓയിൽ ഫിൽറ്റർ കിടക്കുന്ന നമ്മൾ മാറ്റി. $37,638 ഇപ്പോൾ വണ്ടിയുടെ കിലോമീറ്ററിൽ കാണിക്കുന്ന കിലോമീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒഴിക്കുന്നത് 5000 കിലോമീറ്ററിൻ്റെയാണ്. ഇനി നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ 5000 കിലോമീറ്റർ ആയിക്കഴിഞ്ഞാൽ മാറ്റാനൊക്കെ സുഖമാണ്. ഡേറ്റും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ മൂപ്പരാണ് എഴുതി തരുന്നതാണ്. മുന്നേറാക്കാം നമ്മുടെ ഏത് വണ്ടിയാണെങ്കിലും മൂപ്പര് കൊടുത്ത് മാറ്റുവാണെങ്കിൽ എഴുതി തരും. നല്ല സുഖമാണ് നോക്കാൻ വേണ്ടിയിട്ട്. ഇനി ഫിൽറ്റർ കൂടി നമുക്ക് ഫിറ്റ് ചെയ്യണം. ഇതാ കാണുന്ന ഗ്യാപ്പിൽ ഇതല്ല ഹൗസിങ് കണം കൂടിയാണ്. ഹൗസിങ് പോലാട്ടത്. ഓ കോട്ടൂരെ കട്ട് ചെയ്ത് എന്നാ കട്ടുക. ഇതില് റെക്കോർഡിങ്ങാ? അന്നയച്ചാണേ നമ്മൾ കഴിഞ്ഞ പോക്കിന് കഴിച്ചാണ്. ഇതിനെന്താ അവസ്ഥ? ഇതിന് സ്കൈ പുഷ് പോയിക്കണോ? ഉണ്ടോ? പോയില്ല. ഇത് സോക്കാപ്സർ പോകണമെന്ന് എങ്ങനെ പറയാം? ഇവിടുന്ന് നോക്കിയാൽ ലീക്കൊന്നുമില്ലല്ലോ. പുറത്തുനിന്നുണ്ടോ കുഴപ്പമില്ല. അകത്തേക്ക് നോക്കണ്ട, അവിടെ നോക്കാം. അതിലൊക്കെ കുറച്ച് ഇതൊക്കെ നമ്മളെ ഡീസൽ പോയതാണല്ലേ. ഓ അപ്പോൾ ഇനിയിപ്പോൾ ആ ഭാഗത്ത് മൗണ്ട് കാര്യങ്ങളൊന്നും വലിയ പ്രശ്നമില്ല. അതൊന്നും കുഴപ്പമില്ല. അധികം റബ്ബറൈസർ ആയതുകൊണ്ടാവാം. അത് കുന്തും കുഞ്ഞ് വല്ല ചാടുന്നില്ലല്ലോ. ഈ ഭാഗത്തെ അവസ്ഥ എന്താ അറിയില്ല. അതോ നോക്കട്ടെ. മൗണ്ടൊന്നും പ്രശ്നം ഉണ്ടാവില്ല. ഇല്ലല്ലോ. ആക്സിൽ കട്ടൊന്നും പൊട്ടിയില്ലല്ലേ? ഇവിടെയൊക്കെ സാധാരണ വരുന്നുണ്ട് അല്ലേ? ഫോൺസൊക്കെ എന്തായാലും മാറ്റേണ്ടത് അല്ലേ? ഓ ഭാഗ്യമുണ്ട്. അപ്പോൾ ഈ പണികളൊന്നുമില്ല കേട്ടോ. ഇതിനുള്ളിലത്തെ ലൈനറിൻ്റെ ഒരു പൊട്ടാണ് ഈ ചാടിയുള്ളത്. പൊട്ടിയണോ? ആ ഇതിലെ ഞാൻ ഒറ്റ പീസ് അടിച്ച അത് നോക്കിയില്ലേ ഇപ്പം എന്താ അവസ്ഥ? ഡ്രമ്മിൽ അന്വേഷിക്കണം. അപ്പം ഏറെക്കുറെയൊക്കെ ഇങ്ങനെ കഴിഞ്ഞു തുടങ്ങിയാണ്. ഇതാണ് പൊട്ടിയത്. ഇത് അടിച്ചിടണം. ഇതെങ്ങനെ അടിച്ചിടാൻ എനിക്കറിയില്ല. കാരണം എൻ്റെ പുതിയ മോഡൽ വണ്ടിയാണ്. ഇത് 19 മോഡലാണ് ടാക്സി. അതിന് ലൈനർ അടിച്ചിടുന്ന പരിപാടിയല്ല. അപ്പോൾ പഴയ വണ്ടി ആയതുകൊണ്ട് ഇതിന് അടിച്ചിടുന്ന പരിപാടിയാണ്. അതായത് അടിച്ചിടുക. ബ്രേക്ക് മുക്കിണ്ടെങ്കിലേ ഇത് കുഴപ്പമൊന്നുമില്ല. ഇതാണ് സാധനം നമ്മൾ പുതിയത് വാങ്ങിയത്. ഇത് 2എണ്ണത്തിന് 70 റുപ്യാണ്. അപ്പോൾ ഒന്നിന് 35 റുപ്യാണ് വരുന്നത്. പഴയത് ഇങ്ങനെ പൊട്ടിക്കളിച്ച് പൊട്ടിച്ചെടുക്കണം. പണി കേട്ടതൊക്കെ.
ഗൈസ് നമ്മളുടെ എന്താ ക്ലച്ചിൻ്റെ കേബിളോട് ഊരിയിട്ടുണ്ട്. അതിന് പരിപാടി എന്താ വെച്ചാൽ ക്ലച്ച് ടൈറ്റ് ആണ് അല്ലേ? അപ്പോൾ എന്താ ചെയ്യണേ? ഈ റോഡ് ഒന്ന് നീളം കൂട്ടി കൊടുക്കുക, ഔട്ടറും മറ്റോ ക്ലച്ച് സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. ഔട്ടർ മാറ്റണോ? അത് ചെയ്തോണ്ട് ഇതെന്താ പറയണ്ട അതവിടെ കൊടുത്താൽ മതി. അതവിടെ കൊടുത്താൽ മതി. ഇത് ഇങ്ങോട്ട് കൊടുത്തിട്ട് എന്താ പറയണ്ടേ? നിങ്ങളെ കൂട്ടാനോ നിങ്ങൾ കൊണ്ട് കൊടുത്ത നോക്കുക. നമ്മളെ ക്ലച്ചിൻ്റെ നീളം കൂട്ടി അതിനെ മേക്കി റെഡിയാക്കുവാണ്. എന്താ പറയുക, ഞാൻ വന്നപ്പോൾ ഒരുപാട് വണ്ടികൾ ഉണ്ടായിരുന്ന സ്ഥലമാണ്. ഞാൻ കാണിച്ചു തരപ്പോൾ ആരൊക്കെ അവിടെ ഉണ്ടെന്നുള്ളൂ. അപ്പോൾ നമ്മളുടെ ഈ സാധനം ഇങ്ങനെ നീളം കൂട്ടിയാണല്ലോ. ഇവിടെ ഈ നടുക്കത്തെ ഈ ഒരു പീസ് ഉണ്ടല്ലോ, അതാണ് ഇപ്പോൾ വെൽഡ് ചെയ്ത് വെച്ചത്. അതുപോലെ തന്നെ ഇതിനും തന്നെ ഇവിടുത്തെ ഒരു പീസ് വെൽഡ് ചെയ്ത് വെച്ചു. അപ്പോൾ നമ്മൾ മാത്രമുള്ള ഒരു വർക്ക്ഷോപ്പിലേ എന്തൊക്കെ തിരക്ക് ബേളെന്നൂടെ. 3 ഇഞ്ചിന് എന്തൊക്കെ ബേളഹേന്നോ. എല്ലാവരും പോയിട്ട് ഇനി നമ്മൾ മാത്രമേ ഉള്ളൂ. ഇതിപ്പോൾ നമ്മളുടെ ഈ ഒരു ക്ലച്ചിൻ്റെ കൂടി കുടുക്കിക്കഴിഞ്ഞാൽ നമ്മളെ പണി ഫുള്ള് തീർന്നു. കേബിളുകൾ നമ്മൾ മാറ്റുന്നില്ല, നമ്മൾ കേബിളുകൾ കയ്യിൽ കരുതുവാണ്. നമുക്കതേ പൊട്ടുവാണെങ്കിൽ നമുക്ക് തന്നെ മാറ്റാമെന്ന് കരുതി കരുതുവാണ്. ക്ലച്ചിൻ്റെ കേബിൾ മാറ്റിയില്ലേ? ക്ലച്ചിൻ്റെ മാറ്റി, ഔട്ടർ സെറ്റ് മാറ്റിയില്ലേ? മുന്നോട്ടാക്കാനായിരിക്കും ബില്ല് വെച്ചാലോ? ബില്ല് വെച്ച് നോക്കുക. അതായത് നമ്മുടെ വണ്ടിയുടെ ഓയിൽ കാര്യങ്ങൾ, ആ ഫിൽറ്ററുകളൊക്കെ മാറ്റി, കേബിളുകൾ മാത്രം മാറ്റിയില്ല. കേബിൾ പൊട്ടുവാണെങ്കിൽ ഗിയറിൻ്റെ ആക്സിലേറ്റർ ഗിയർ അതിനുള്ളല്ലോ, അത് മാത്രം പൊട്ടുവാണെങ്കിൽ നമ്മൾ അപ്പം അനുസരിച്ച് ചെയ്യാം എന്നാണ് കരുതുന്നത്. അനുസരിച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് നമ്മൾ മാറ്റേണ്ടത്, നമ്മൾ മാറ്റാം എന്നുള്ള രീതിയിലാണ്. അതാണ് പിന്നെ മനസ്സുള്ളത്. അത് നന്നാ. കാരണം ഇപ്പോൾ പൊട്ടാനായില്ല, വെറുതെ മാറ്റിയിട്ട് കാര്യമില്ലല്ലോ. ഇനി ഇവിടെ ചോദിച്ചു നോക്കാം നമുക്ക് കൊണ്ടുവരാട്ടോട്. ഇത് ഗിയർ കേബിൾ ഇവിടെ ഇരിക്കണ മലയാളത്തിലേ ആക്സിലേറ്റർ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത് നമ്മൾ വാങ്ങിയിരിക്കുന്നത് പൊട്ടാണെങ്കിൽ കണ്ടില്ല, ഞങ്ങൾ സാധനം വാങ്ങിക്കണം. പൊട്ടാണെങ്കിൽ നമ്മളത് ചേഞ്ച് ആക്കും. 3,140 അല്ലേ? ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഞാൻ പോട്ടെ വേണേടാ. ഓക്കെ സുബിയുടെ എന്താണ് ബില്ലോ? ബില്ലൊന്നും വേണ്ട. മോനെ ഞാൻ പോയി പോട്ടെ. ഓക്കെ അല്ലേ? ഞാൻ അടുത്ത യാത്ര കഴിഞ്ഞിട്ട് വരാം കേട്ടോ. ഈ വണ്ടി ജീവനോടുണ്ടെങ്കിലേ ഇത് കൊണ്ട് തന്നെ വരണ്ട്. ഈ വണ്ടി ജീവനോടെ ബാക്കി നമ്മൾ ജീവൻ നമ്മൾ ഒപ്പിക്കും. ഞാൻ പോയോട്ടെ. അതായത് കുക്കും പോയതല്ലേ, കുക്കും പോയി. അപ്പോൾ ഇനി വീട്ടിലേക്കാണ് നേരെ. അപ്പോൾ ഞാൻ ഇവിടെ വർക്ക്ഷോപ്പിൽ നമുക്ക് 3,140 രൂപയോളം ചിലവാണ്. പിന്നെ നമ്മൾ ഇൻഡസ്ട്രി പണി അതിന് നമ്മൾക്ക് 570 രൂപയോളം ചിലവാണ്. വർക്ക്ഷോപ്പിൽ ഇവരുടെ കൂലിയായിട്ട് നമ്മൾക്കൊരു 750 രൂപ. അതും വേണം. 750 അല്ല, 950 രൂപ. 950 രൂപ ആയും വേണം. അപ്പോൾ അങ്ങനെ നമ്മുടെ വണ്ടീൻ്റെ ഫുൾ പണി തീർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് അത്യാവശ്യം നമ്മൾ ഇനിയും പണി ഞാനിതിപ്പോൾ ഇതന്നെ ഫുള്ളായില്ല, ഇനിയും പണി ഇഷ്ടം പോലെ എടുക്കാൻ. അതാണ് ഈ പഴയ വണ്ടി നമുക്ക് പൈസ ഇറക്കാനൊന്നും അങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കും. പക്ഷേ എങ്കിൽ ഇത് നമുക്ക് യാത്രക്ക് നിർബന്ധമായതുകൊണ്ടാണ്. അതുപോലെ തന്നെ ഇനിയിപ്പോൾ നാളെ ഇലക്ട്രീഷ്യനെ കാണിക്കണം. ഇലക്ട്രീഷ്യനെ കാണിച്ചിട്ട് ഞാൻ അവിടെ വരുന്ന ചിലവ് എന്താ നോക്കണം. വൈപ്പർ കംപ്ലൈൻ്റ് ആണ്. വൈപ്പർ വെക്കേണ്ടി വരികയാണെങ്കിൽ ചിലപ്പോൾ അത് വെക്കേണ്ടി വരും. അപ്പോൾ അത്തരം പരിപാടികളോട് ഉണ്ട് ഇനി. അപ്പോൾ എന്തായാലും അതൊക്കെ ഇനി നാളെ കുക്ക് പോയില്ല, വീട്ടിൽ പോയില്ല. അവനെ വീടിനടുത്ത് തൊട്ടടുത്തൊരു മരിപ്പുണ്ടായി. അപ്പോൾ അവൻ ആ മരണം അതിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തെ കാണാൻ വേണ്ടിയിട്ട് പോയതാണ്. അപ്പോൾ ഇനി എന്തായാലും ഓനോട് ഞാൻ നാളെ വന്നാൽ മതി എന്നാണ് പറഞ്ഞത്. പിന്നെ അങ്ങനെ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പിയാണ്. അടുത്തുള്ളൊരു വീഡിയോ ആയിട്ട് വരാമെന്ന് പറഞ്ഞത് നാളെ നമ്മളുടെ ഇലക്ട്രീഷ്യൻ്റെ അടുത്ത് പോകുന്ന വീഡിയോ ആണ്. നമുക്ക് അവിടെ പോയിട്ട് ഞാൻ അവിടെ എന്തൊക്കെ എങ്ങനെയൊക്കെ നോക്കാം. എന്നിട്ട് നമുക്ക് നമ്മുടെ യാത്രയെ കുറിച്ചൊക്കെ അടുത്ത വീഡിയോയിൽ സംസാരിക്കാം. ഓക്കെ.